നമസ്കാരം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കുമരകം. ഇന്ന് എന്തായാലും നമ്മൾ കുമരകത്തേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഈ കുമരകം യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുമരകത്ത് പോയിട്ട് ഒരു സ്പീഡ് ബോട്ടിൽ കയറി യാത്ര ചെയ്യുക, അങ്ങനെ സ്പീഡ് ബോട്ടിൽ 6 ബ്ലോക്കിൽ പോയിട്ട് അല്പം ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ കുമരകത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, കുമരകത്തേക്കുള്ള യാത്രാമധ്യേ അവിടെ മലരിക്കൽ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അവിടെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം കാണാം. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ വളരെ വലിയൊരു പുഞ്ച നിറയെ ആമ്പൽ പൂക്കൾ പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ കൂടി ഒന്ന് കയറി ഈ സംഭവം ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി ചെന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരല്പം താമസിച്ചു പോയി. കാര്യം രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പലുകൾ കൂമ്പി അടയും. എന്നാലും കുറേയൊക്കെ ആമ്പൽ പൂവുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ പോയ സ്ഥിതിക്ക് എന്തായാലും ഞാൻ ഒരു ചെറിയ ഊന്നുവള്ളത്തിൽ കയറി ആ ആമ്പൽപ്പാടത്തിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അവിടെ നമുക്ക് വളരെ വിഷമം തോന്നി. കാര്യം വേറൊന്നുമല്ല, അവിടെ വരുന്ന ആളുകളിൽ ഒരുപാട് പേര് ഈ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പൽ പൂക്കൾ കെട്ടുകണക്കിന് പറിച്ചെടുത്തിട്ട് അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. പക്ഷേ അത് ഒരുപാട് ഇങ്ങനെ അനാവശ്യമായിട്ട് പറിച്ചെടുത്തിട്ട് അത് വേസ്റ്റാക്കി പിന്നെ കളയുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അത് ശരിക്കും സങ്കടം തോന്നിയൊരു കാഴ്ചയാണ്. കാര്യം അത് ആമ്പൽ പൂവ് അങ്ങനെ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ള ഒരു മനോഹാരിത ശരിക്കും നമ്മുടെ കയ്യിലേക്ക് അത് പറിച്ചെടുക്കുമ്പോൾ കാണത്തില്ല. അപ്പം അത്തരം ഇനി പോകുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പൂ പറിച്ചെടുക്കാതെ നോക്കിയാൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഏകദേശം നമ്മുടെ ഓഗസ്റ്റ് മാസം മുഴുവനായിട്ടും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ആമ്പൽ പാടത്തിൽ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഈ മനോഹരമായ കാഴ്ച കാണാൻ കഴിയും. ഏതാണ്ട് ഈ ഓണം അവധിക്കൊക്കെ ആൾക്കാർക്ക് പോയി കാണാൻ കഴിയുന്ന ഒരു ഓണം വെക്കേഷൻ സ്പോട്ട് ആണെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മലരിക്കൽ ടൂറിസ്റ്റ് പ്ലേസ്, അല്ലെങ്കിൽ മലരിക്കൽ ആമ്പൽപ്പാടം എന്നൊക്കെ പറയാം. അതുപോലെ നമുക്ക് ഒരാൾക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ വള്ളത്തിൽ കയറിയിട്ട് നമുക്ക് ഈ ആമ്പൽപ്പാടം മുഴുവനായിട്ട് ആസ്വദിക്കാൻ കഴിയും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ആമ്പൽപ്പാടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായ സ്പീഡ് ബോട്ടിൽ പോകുവാൻ വേണ്ടിയിട്ടുള്ള യാത്ര നമ്മൾ തുടർന്നു. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി വളരെ വേഗത്തിൽ കായൽ പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് 6 ബ്ലോക്കിലേക്കാണ്. അതായത് കുമരകത്ത് നിന്നും പുന്നമടക്കായലിലുള്ള 6 ബ്ലോക്കിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ നമുക്കൊരു ചെറിയ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയി നമുക്ക് കരിമീൻ, കപ്പ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ കഴിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ അവിടെ ആ ഹോട്ടലിലെത്തി. അവിടെ നിന്ന് നമുക്ക് നല്ല ഒന്നാന്തരം നാടൻ കരിമീനും കപ്പയും പിന്നെ ചെമ്മീനും അങ്ങനെ കുറേ നാടൻ സംഭവങ്ങൾ കഴിക്കാൻ കിട്ടി. അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ നമ്മളുടെ സ്പീഡ് ബോട്ടിൽ തന്നെ തിരിച്ച് വരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഈ ചെറിയ കുമരകം യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. Thank you.